അടുത്ത സൺഡേ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നമ്മളൊരു ബീഫിന്റെ ഒരു ഐറ്റം, അതായത് ബീഫ് ഫ്രൈ ആണ് ഉണ്ടാക്കുന്നത്. ഇപ്പോൾ രാവിലെ വാങ്ങിച്ച് പോയിട്ട് അപ്പോൾ അതിന്റെ പ്രിപ്പറേഷനും കാര്യങ്ങളാണ്. കൂടെ നെയ്ച്ചോറും ഉണ്ട്. അപ്പോൾ ഇന്ന് ഫുഡ് നെയ്ച്ചോറും ബീഫ് ഫ്രൈയും ആണ്. റൈസ് നെയ്ച്ചോറ് അല്ലേ? അപ്പോൾ ഇന്ന് ബീഫാണമ്മ. അപ്പോൾ ബീഫാണെന്ന് അപ്പോൾ കാര്യമായിട്ട് ഇത് പഠിച്ച് വെച്ച് എഴുതി വെച്ച സാധനമൊക്കെ എടുത്തിട്ട് അപ്പോൾ ഇന്ന് ബീഫ് അമ്മ ഉണ്ടാക്കുന്നു. റൈസ് പാറുണ്ടാക്കണം. ബീഫ് ഇത് 1 കിലോന്റെ മേലുണ്ട്. 400 രൂപയ്ക്കാണ് ബീഫ് ഇത് റെഡി. അടിപൊളി. നേരെ അമ്മത പ്രിപ്പയർ ചെയ്യാൻ പോകണം. ഇനി ചെറുതാക്കാനോ? പൊരിക്കാനും ചെറുതാക്കണം. ഇതിൽ ലേശം മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പുപൊടി, പിന്നെ മുളക് പൊടി അല്ല, ഇത് മഞ്ഞപ്പൊടി ഇല്ലേ? അല്ല, മുളക് പൊടി ഇടണം. മുളക് പൊടി ഇട്ട് മഞ്ഞപ്പൊടി ആദ്യം ഇട്ട് മുളക് പൊടി ഇത് രണ്ടാമതായിട്ട് ഇട്ടു. മുളക് പൊടിയും ഉപ്പും കൂടി കൂട്ടി കുഴച്ച് അരമണിക്കൂർ ഫ്രീസറിൽ വെക്കാം. അരമണിക്കൂർ ഫ്രീസറിൽ വെക്കണം. അപ്പോൾ ഇതിന് ഗുണം എന്താ? സോഫ്റ്റ്നെസ്സും ആവും, പെട്ടെന്ന് വെന്ത് കിട്ടും. ഓഹോ, പെട്ടെന്ന് വെന്ത് കിട്ടും അല്ലേ? ഇത് കേറ്റുന്ന പരിപാടി. ഇതെന്തൊക്കെയാ പരിപാടി? എന്ത് റൈസ്? ബിരിയാണി റൈസ്. ബിരിയാണി റൈസിലേക്കുള്ള ബിരിയാണി റൈസ് പാറിന്റെ വകയാണ്. എനിക്ക് ബിരിയാണി എന്താ പറയാ, ഡ്രൈ ആയിട്ട് കിട്ടണം, അല്ലാതെ കുറെ ഓയിലിങ്, പിന്നെ നന്നായിട്ട് വേവാൻ പാടില്ല, നന്നായിട്ട് മീൻസ് അലിയാൻ പാടില്ല. അപ്പോൾ അങ്ങനെയുള്ള സാധനമാണ് എനിക്കിഷ്ടം. അപ്പോൾ അതിന്റെ പ്രിപ്പറേഷനാണ്. കണ്ടല്ലോ, അരി കഴുകി റെഡിയാണ്. ഇനി എന്താ ചെയ്യാ? എന്തൊക്കെയാ കാര്യങ്ങൾ ആഡ് ചെയ്യണ്ടേ? ഗ്രാമ്പു, എത്രയാ ഉള്ളത്? കറികളിലേക്കെല്ലാം വേണല്ലോ. ഇത് മിൽമയുടെ നെയ്യല്ലേ? ഇതൊക്കെ ഫാറ്റ് അല്ലേ? ഫാറ്റ് നോക്കി കഴിഞ്ഞാല് ഞായറാഴ്ച അല്ലേ? ഇത്രയും ദിവസം നമ്മൾ ഡയറ്റ് ചെയ്തിട്ട് അതെല്ലാം കൊണ്ടിടുന്നത് ഞായറാഴ്ചയാണ്. ഇപ്പൊ പറഞ്ഞു കേട്ടില്ലേ, ഫാറ്റ് ആണെങ്കിലും പ്രശ്നമില്ല, ഞായറാഴ്ചയല്ലേ. അപ്പോൾ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ വെക്കുമ്പോൾ ഫാറ്റൊക്കെ നമ്മൾ മറക്കും, ഡയറ്റും കാര്യങ്ങളൊക്കെ മറക്കും. അത് ഈ 6 ദിവസം നമ്മൾ ഡയറ്റ് ചെയ്തത് ഈ 7ാം ദിവസമായിട്ടുള്ള സൺഡേ അതൊക്കെ മറന്നുകൊണ്ടാണ് ഈ സാധനം ചെയ്യുന്നത്. അടിപൊളി. ഇതിപ്പോൾ നെയ്യ് ഒഴിച്ചു അല്ലേ? ഇതിന് ക്വാണ്ടിറ്റി കണക്കൊക്കെ ഉണ്ടോ? പറയും. എനിക്കറിയില്ല, കാരണം എനിക്ക് ഫുഡ് ഉണ്ടാക്കാൻ തീരെ അറിയില്ല. പക്ഷേ കഴിക്കും, നന്നായിട്ട് കഴിക്കും. പക്ഷേ പ്രിപ്പയർ ചെയ്യാൻ അറിയില്ല. അമ്മ അതെ ചെറുപ്പം മുതലേ ഉണ്ടാക്കുന്ന ഒരാളാണ് അമ്മ. അമ്മ ഇതൊക്കെ എവിടുന്നാ പഠിച്ചേ? എന്റെ വീട്ടിൽ ഡെയിലി നെയ്ച്ചോറാ. 18 വയസ്സിൽ കല്യാണം കഴിഞ്ഞ് വന്ന ആളാണ്. 18 വയസ്സിൽ കല്യാണം കഴിച്ചു വന്നിട്ട് അന്ന് മുതലേ നെയ്ച്ചോറുണ്ടാക്കാൻ തുടങ്ങി. ഡെയിലി നെയ്ച്ചോറാ. പാചകത്തോട് ഭയങ്കര ഇഷ്ടമാണ്, ക്രേസാണ്. ഇതെന്തിനുള്ളതാ? ബീഫില് വെളുത്തുള്ളി, ഇഞ്ചി, ഉണക്കമുളക്, കുരുമുളക്, പെരിഞ്ചീരകം, പിന്നെ കോൺഫ്ലവർ ഇതൊക്കെ ഉണ്ട്. എല്ലാം കൂടി ഇട്ടിട്ട് അരയ്ക്കാം മിക്സിയിൽ. റൈസ് ഇട്ട് ഇതിലിടുന്ന സമയത്തെ ഈ പാത്രത്തില് വെള്ളത്തിന്റെ കണ്ടന്റ് ഉണ്ടാവില്ലേ? അതിനാണ് നമ്മളത് കഴുകിട്ടെ വെച്ചിട്ട് ഫുൾ തട്ടി. ഇതിപ്പോ എത്ര ഉണ്ട്? 1 കിലോ, 1/2 കിലോ, അങ്ങനെ? 2 ഗ്ലാസ് അളവിലാണ്. അപ്പൊ എത്ര പേർക്ക് ഉണ്ടാവും അതറിയോ? അങ്ങനെ എത്ര ഉണ്ടെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് തീർക്കും. റൈസ് ഇവിടെ റെഡി ആവുന്നു, ഇവിടെ ബീഫിനുള്ള ഫ്രൈ റെഡി ആവുന്നു. അതെ, നമ്മുടെ കുറച്ച് നേരം വെച്ച, അരമണിക്കൂറൊന്നും വെച്ചിട്ടില്ല, ഒരു 10 മിനിറ്റ് അല്ലേ? 10 മിനിറ്റ് വെച്ച ബീഫാണ് നമ്മുടെ. ഇതിലേക്കുള്ള മസാല കൂട്ടാണ് ഈ റെഡി ആയിക്കൊണ്ടിരിക്കുന്നത്. ഇത് ഉണക്കമുളക്. അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഉണക്കമുളക്. ഒരുവിധം ഐറ്റംസിലൊക്കെ അമ്മ യൂസ് ചെയ്യും. ഈ ഉണക്കമുളകും എന്താ പറയുക, ഭയങ്കര ഫ്ലേവർ ചെയ്യാൻ പറ്റുന്ന സാധനം അല്ലേ? നല്ല. ഇത് നമ്മൾ ഉണ്ടാക്കുന്നതാണോ ഉണക്കമുളക്, അല്ലെങ്കിൽ വാങ്ങിക്കുന്നതാണോ? ഇത് വാങ്ങിയിട്ട് ഉണക്കിയിട്ട് കഴുകി ഉണക്കി വെക്കുന്നത്. പിന്നെ ഇതെന്താ? കോൺഫ്ലവർ. അതായത് നമുക്ക് എന്താ ക്രിസ്പ് ആവാനായിട്ടാ? ക്രിസ്പ് ആവിട്ട്. ഓക്കെ. ഇപ്പൊ ഞാൻ പറഞ്ഞില്ല, ഉണക്കമുളകിന്റെ ഒരു കാര്യം പറഞ്ഞു. ഉണക്കമുളകിന്റെ കാര്യം എന്ന് പറഞ്ഞാൽ അപ്പയ്ക്ക് പച്ചക്കറി കട ആയതുകൊണ്ട് തന്നെ അവിടുന്ന് ബാക്കിയുള്ള പഴുത്ത മുളക് അപ്പ കൊണ്ടുവരും, വീട്ടിലേക്ക് കൊണ്ടുവന്നിട്ട് നേരെ നമ്മളത് കഴുകിയിട്ട് നേരെ വെയിലത്ത് വെച്ച് ഉണക്കിയിട്ട് അത് ഇതുപോലെ ചില്ലിയാക്കി മാറ്റും. അതായത് നല്ല ഉണക്കമുളകായിട്ട് മാറ്റും. ഉപ്പേരിക്ക് അല്ലെ, വറവിലിടാനും. അപ്പോൾ അമ്മ ഒരുവിധ ഐറ്റംസിലൊക്കെ ഉണക്കമുളക്, കാഴ്ചയിലെ കളറിലേക്ക് പോകില്ലെങ്കിലും നല്ല ഈ കുരുമുളകിന്റെ സ്വഭാവം പോലെ തന്നെ കുരുമുളക് കാണില്ല, പക്ഷെ അതിന്റെ ഫ്ലേവർ ആയിട്ടുള്ള നല്ല ഈ കുരുമുളകിനും അതോടൊപ്പം തന്നെ ഉണക്കമുളകിനും കിട്ടും. കുറച്ച് കുരുമുളക് ഇതാണ്.
കുരുമുളകും മിക്സ് ചെയ്തിട്ടുണ്ട്. ഇതിന് കൈ കണക്കാണോ അമ്മ? ഇതെങ്ങനെയാണ് കണക്കാക്കുന്നത്? ഇത് എനിക്ക് അങ്ങനെ എടുത്ത് ശീലം. എടുത്തെടുത്ത് ശീലം, അത് വലിയൊരു കാര്യമാണ്. ഈ പാചകം എന്ന് പറയുന്നത് അങ്ങനെയാണല്ലോ അല്ലേ? എന്താണ്, കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തിട്ടൊരു ശീലം വരാനുണ്ട്. ഇനി നേരെ നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി കുത്തി അരച്ചതാണോ അല്ലെ ചതച്ചതാണോ? എന്താണ് മിക്സിയിലിട്ടതാണ്? ഇഞ്ചി വെളുത്തുള്ളി കുരുമുളക് പിന്നെ കോൺഫ്ലവർ പിന്നെ ഉണക്കമുളക് കുറച്ച് സുർക്ക ഇടണം. ഇട്ടിട്ട് പേസ്റ്റ് രൂപത്തിലാക്കുക. ബീഫിൽ തേച്ച്. ബീഫിൽ ഒരു ഐറ്റം വിട്ടുപോയിട്ടുണ്ട്. എന്താണമ്മ? പെരിഞ്ജീരകം. ഇതും കൈ കണക്കായിരിക്കും അല്ലേ? അങ്ങനെ പ്രത്യേകിച്ചിട്ട് ഇല്ല. അപ്പോൾ പെരിഞ്ജീരകം മിക്സ് ചെയ്തിട്ട് ഇടുന്നുണ്ട്. ഇവിടെ കാര്യമായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെയാണ് ഒരു ഫ്രൈ ടൈപ്പ്, അതായത് നമ്മൾ പായസമൊക്കെ ഉണ്ടാക്കുമ്പോൾ സേമിയ അങ്ങനെ ഫ്രൈ ചെയ്യുന്ന മാതിരി. ഞാൻ പഠിച്ചു കേട്ടോ. ഇത് കുറച്ച് അരിപ്പൊടിയാണ്, ക്രിസ്പായിട്ട് മാറാനുള്ള അരിപ്പൊടി മിക്സ് ചെയ്യുന്നുണ്ട്. ബീഫ് വെന്തതിന് ശേഷമാണ് 4 വിസിലെങ്കിലും വേവിച്ച് പകുതി വേവാക്കിയിട്ടാണ് നമ്മൾ വെള്ളം വറ്റിച്ചെടുത്തതിന് ശേഷമാണ് ഈ മസാല തേക്കുക. അപ്പൊ പൊരിക്കുമ്പോ ആ പൊതിഞ്ഞതില് വേഗം പെട്ടെന്ന് ഫ്രൈ ചെയ്തെടുക്കാലോ. നേരെ അടിച്ചു കൂടി ആവാൻ കുറച്ചുകൂടെ ആവാൻ കാണാനല്ല കുക്കറിലിട്ട് റെഡി ആയിട്ടിരിക്കും. നല്ല റെഡ് കളർ ഉണ്ട്, കണ്ടില്ലേ? അത് ഇത് വെന്ത് കഴിഞ്ഞ് നമ്മുടെ ടേബിളിലെത്തുക പൊളിയായിരിക്കും. ഇനി നേരെ ഇത് പോകുന്നത് കുക്കറിൽ വേവാനാണ്. എത്ര സമയം എടുക്കും വേവാനായിട്ട്? ഒരു 4 വിസില്. എന്താ വെച്ചാൽ 3/4 ഭാഗം വെന്താ മതി, ബാക്കി ഫ്രൈ ചെയ്യുമ്പോ വേവില്ലേ? ബീഫിന് പൊതുവെ ഈ ചിക്കനെക്കാട്ടി വേവ് കൂടുതലല്ലേ? കുറച്ച് സമയം എടുക്കണം അല്ലേ? അപ്പൊ ഇതില് വെള്ളം ഒഴിക്കണ്ടമ്മ? വേണ്ട, വെള്ളം അതൊന്നും തന്നെ ഇറങ്ങും. തീരെ വേണ്ട? വേണ്ട, ഫ്രൈ ചെയ്യാം. അപ്പൊ അടി പിടിക്കത്തില്ല? ഇല്ല. വെള്ളം ഒഴിച്ച് ആർമാദിച്ചോണ്ടിരിക്കുന്ന നമ്മുടെ റൈസ്, ഇതിന് കണക്കും കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്ന് വെച്ചാൽ അറിയില്ല. 2 ഗ്ലാസ്സിന് 4 ഗ്ലാസ് വെള്ളമൊക്കെ പറയുന്നുണ്ട്. പാറു എത്ര ഗ്ലാസ്സിന് എത്ര കൈ എടുത്തിട്ടുണ്ട്? വലുതറിയും. ഇതെങ്ങനെയാണ് നമുക്കൊന്നും അറിയില്ലെങ്കിൽ നമ്മൾ കളിയാക്കാൻ റെഡിയാണ്. അത് പുറത്തെത്തുമ്പോൾ ഇതിന്റെ വേവും കാര്യങ്ങളൊക്കെ അറിയാം. ചമ്മന്തിക്കുള്ള തേങ്ങ ചിരവിട്ടെടുക്കുന്ന പാറ നമ്മുടെ ബീഫിൻ്റെ സ്റ്റീം അങ്ങോട്ട് ഒഴിവാക്കി ഓഫാക്കി. അപ്പോൾ ഏകദേശം വെന്തിട്ടുള്ള സാധനമായിട്ടുണ്ട്. ാണ് പാല് കുടിക്കാനായിട്ട് റെഡി ആയിട്ട് വരുന്ന ആളാണ്. അവരുള്ള പാല് സെറ്റാണ്. ഇവിടെ വരും, രാവിലെ ഡോറ് തുറന്ന വാട ഇങ്ങോട്ട് വന്നിട്ട് പാല് കുടിക്കും. ഭയങ്കര ഇഷ്ടമാണ് പാല്. പാവം. ഇതിൻ്റെ പേര് ലക്സി. നമ്മൾ 5 വിസിൽ കഴിഞ്ഞു അമ്മ. 6 ആണോ അല്ലേ? 6 വിസിൽ കഴിഞ്ഞിട്ട് നേരെ ഇനി ഇതെന്താ ചെയ്യുന്നത്? ജാറിൽ അരച്ച് വെച്ച മസാല തേച്ചിട്ട് നേരെ ഫ്രൈ ആക്കും. അല്ല, അത് കുറച്ചൊരു 10-15 മിനിറ്റ് കഴിഞ്ഞ ഫുള്ള്. അതിന്റെ കൂടെ ഇതെന്താ? മാന്തക്കറി. അമ്മാമ്മയ്ക്ക് മാന്തക്കറി. അമ്മാമ്മ ബീഫ് കഴിക്കൂല, മീൻ തന്നെ വേണം. തേങ്ങ അരച്ച തന്നെ വേണം അല്ലേ? തേങ്ങ അരച്ച മാന്തക്കറിയാണ് ഇത്. സെറ്റായിട്ട് ബീൻസിന്റെ ഉപ്പേരി ഇരിക്കില്ലമ്മ? ഉപ്പേരി മസ്റ്റാ? ഡെയിലി ഉപ്പേരി വേണം, എന്തെങ്കിലും ഐറ്റം. അപ്പോൾ ഓരോരോ ഐറ്റമാണ് ഡെയിലി ഉണ്ടാകും. ചമ്മന്തി പരുവാക്കി വെച്ചിട്ടുണ്ട്. ഇതാണ് ചമ്മന്തി. ഇതിലെന്താ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഉള്ളത്? പലരും പല രീതിയിലാണ് ചെയ്യാറുള്ളത്. തേങ്ങ, ഉള്ളി, വെളുത്തുള്ളി, ഇഞ്ചി, കറിവേപ്പില, പുതിനില, ബീൻസ് അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് സൈഡ്. ബീഫ് റെഡി. ബീഫ് പകുതി വേവായിട്ടുണ്ടല്ലോ അമ്മ? 3/4 ഭാഗം വേവായിട്ടുണ്ട്. ഇനി എന്താ പരിപാടി? ഇത് ഇനിയും നമ്മൾ നേരത്തെ ജാറിൽ അരച്ച മസാല അതിൽ തേച്ച് എന്തുണ്ടാ? സൂപ്പറായിട്ട് വെന്തുണ്ട്. വെള്ളമുണ്ട്, തുള്ളി വെള്ളം വെച്ചിട്ടുണ്ട്. പക്ഷെ അതൊന്ന് വറ്റിക്കണം. വെള്ളം ഉണ്ടല്ലോ അമ്മ? അതെന്തായാലും ഉണ്ടാവും. നേരത്തെ വെള്ളം ഒഴിക്കാതെ നേരെ ഫുള്ള് വെള്ളം കണ്ടില്ലേ? അപ്പൊ ഈ വെള്ളം അങ്ങോട്ട് ഒഴിവാക്കണം അല്ലേ? ഇത് തിളപ്പിക്കണം, വീണ്ടും തിളപ്പിക്കണം അല്ലേ? കൊഴുപ്പല്ല ശരിക്കും, കൊളസ്ട്രോൾ അല്ലേ? ബീഫിൽ പിന്നെ കൊളസ്ട്രോൾ ഇല്ലാതെ നമ്മളതിന് എപ്പോഴോ 2-3 മാസം കൂടുമ്പോഴല്ലേ വേവിക്കും. എന്താ പറ ഡ്രൈ അല്ലേ? ഓക്കെ. അപ്പോൾ 2 പേരും 2 ഐറ്റം പരസ്പരം മത്സരിച്ചുണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ബീഫ് റെഡി ആവുന്നു, ഇവിടെ റൈസിനുള്ള നമ്മുടെ അണ്ടിപ്പരിപ്പ് റെഡി ആയിക്കൊണ്ടിരിക്കുന്നു.
ബീഫ് ഇവിടെ വറ്റിക്കൊണ്ടിരിക്കുകയാണ്, വെന്തോണ്ടിരിക്കുകയല്ല. ഇതിൽ പകുതി വേവ് ആവില്ല, വറ്റുകയും ചെയ്യും അല്ലേ? ആ ഓക്കെ. അപ്പോൾ ഇതിൽ ഉപ്പ് എപ്പോൾ ഇടുക? ഉപ്പ് ഓൾറെഡി കിട്ടും, ഇനി ഇടേണ്ട ആവശ്യമില്ല. മസാല തേക്കുമ്പോൾ എന്തായാലും ഇടണം. ഗ്രേവി ആവോ ഇനി? ഗ്രേവി ഇല്ല, സെമി ഗ്രേവി, കുറച്ച് ഗ്രേവി ഉണ്ടാവില്ലേ? മസാല ഫുള്ള് ബീഫിലേക്ക് പിടിച്ചിട്ട്. ആ നമ്മുടെ കാര്യത്തിൽ ഉപ്പേരിയുള്ള തിരക്കിലാണ്, അതാണ് ഇങ്ങോട്ട് നോക്കാത്തത്. എനിക്ക് ബീഫ് കാണുമ്പോഴേ എടുക്കാതെ പോകാൻ പറ്റുന്നില്ല, കാരണം അങ്ങനെ തിളച്ച് മറിയുന്നുണ്ട്. നമ്മൾ പ്ലേറ്റിലെത്തുമ്പോൾ ഇതിൻ്റെ ടേസ്റ്റ് അറിയുന്നുള്ളൂ, പക്ഷേ ഇതിൻ്റെ പിറകിലുള്ള കുറേ പരിപാടികൾ ശരിക്കും പറഞ്ഞാൽ ഇപ്പോഴാണ് മനസ്സിലാവുന്നത്. കുറേ പണിയുണ്ടല്ലോ അമ്മ ശരിക്കും. ചെയ്തവർക്ക് ഈസിയാണ്, പക്ഷേ എന്നെപ്പോലുള്ള ആളുകൾക്ക് പുതിയ അനുഭവമാണ്. അപ്പം നിങ്ങളാരും തിന്നാറില്ല. നമ്മളെ രണ്ടും റെഡിയാക്കി, നല്ല ചൂടുണ്ട്. ഇനി ഇതിലെന്താ പരിപാടി? ഉള്ളി കൂടെ എന്താക്കണം? ഫ്രൈ ചെയ്യണം. അലങ്കാര പരിപാടി. ഇനി ഇതൊക്കെ ഇന്നലെ രാത്രി ഇരുന്ന് പഠിച്ചതല്ലേ ശരിക്കും? രാത്രി അപ്പോൾ മനസ്സിലായില്ല. എല്ലാ ഞായറാഴ്ച ശനിയാഴ്ച നമ്മൾ ബീഫും ചിക്കനൊക്കെയാണ്, അല്ലെങ്കിൽ ഓയിലി ടൈപ്പ് സാധനമൊക്കെ ഉണ്ടാക്കുന്നത്. രണ്ടുപേരും എൻഗേജ്ഡ് ആവും അല്ലേ? ബീഫ് നമ്മൾ ഇടയ്ക്ക് ഇളക്കുന്നുണ്ട്. ചൂടുണ്ടാവും, നല്ല ചൂടുണ്ടാവും, നല്ല തിള വന്നിട്ടുണ്ട്, അതുകൊണ്ട് നല്ല ചൂടുണ്ടാവും. ഇവിടെ ഉള്ളി ഇങ്ങനെ വാട്ടിക്കൊണ്ടിരിക്കുകയാണ്. സൂപ്പർ. അങ്ങനെ കുറച്ച് സമയത്തിന് ശേഷം നമ്മുടെ ബീഫ് വറ്റി, ഇത്തിരി വെള്ളമുള്ളൂ. ഇത് മൊത്തം പറ്റിയില്ലമ്മ, കുറച്ച് സമയം എടുക്കുമല്ലോ ഇതിങ്ങനെ ആക്കി കിട്ടാനായിട്ട്. എന്തായാലും കുറേ നേരമായിട്ട് വഴറ്റി ഇപ്പോൾ വറ്റിയിട്ടുണ്ട്. ഉണ്ട് ബീഫിൻ്റെ പിറകിൽ പോവുകയാണെങ്കിൽ കുറച്ച് കാര്യങ്ങളുണ്ട്, ഇങ്ങനെ ആക്കിക്കൊണ്ടിരിക്കണം. നന്നായിട്ട് വെന്തിട്ടുണ്ട്. നല്ല അടിപൊളി ബീഫല്ല എന്തായാലും ഇന്ന് കിട്ടിയത്. നല്ല റെഡ് കളറും ഉണ്ട്, അത്യാവശ്യം നെയ്യും ഉണ്ട്. ശരിക്കും ബീഫിന് നല്ല നെയ്യ് വേണമല്ലമ്മ ബീഫ് ഉണ്ടാക്കുന്നത്. നമ്മുടെ മസാല അതിലേക്ക് ചേർക്കാം. നമ്മൾ നേരത്തെ കണ്ട സാധനം നേരെ ഇനി ഇതിലേക്ക് ഫില്ല് ചെയ്യാണ്. ഇത് കുരുമുളക് എന്തൊക്കെയാ വേണ്ടില്ല എല്ലാം. അപ്പോൾ ഉപ്പ് ആഡ് ചെയ്യാണ്. ഇത്തിരി ഉപ്പ് അതൊക്കെ മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി വീണ്ടും അത് ഇളക്കണം. ഉപ്പ് എല്ലായിടത്തും കൈ കൊണ്ടാണ്. നല്ല ചൂടില്ലമ്മ, നല്ല ചൂടുണ്ട്. എന്നാലും കൈ കൊണ്ട് ഉപ്പ് ആഡ് ചെയ്തു ഇല്ല, കൈ കൊള്ളുന്നുണ്ട്. വീണ്ടും സ്പൂണ് വെച്ച്. ഇവിടെ ഒരാളുടെ ഉള്ളിപ്പരിപാടി ഇതുവരെ കഴിഞ്ഞില്ല. ഉള്ളി നന്നായിട്ട് ആക്കിക്കൊണ്ടിരിക്കുക. ഗോൾഡൻ കളറിൽ ആയിക്കഴിഞ്ഞാൽ നമുക്ക് മാറ്റാൻ പറ്റുള്ളൂ. അതെല്ലാവർക്കും അറിയാം, പ്രത്യേകിച്ച് പറയേണ്ട കാര്യമൊന്നുമില്ല. എനിക്കും അറിയാം. ഇത് ചെയ്യാം. ഇനി മസാല തേച്ച് ഇനി അരമണിക്കൂറിലേക്ക് 20 മിനിറ്റെങ്കിലും സെറ്റ് ആവാൻ, മസാലയൊക്കെ ഒന്ന് പിടിച്ച് സെറ്റ് ആവണം അല്ലേ? അപ്പൊ ഫ്രീസറിൽ 20 മിനിറ്റ്. അങ്ങനെ നമ്മൾ ആഡ് ചെയ്ത മൊത്തം മസാല എടുത്തിട്ട് അതിങ്ങനെ സ്പൂൺ ഉപയോഗിച്ചിട്ട് ഇങ്ങനെ മിക്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മൊത്തം എല്ലായിടത്തും എത്തണം, അതുകൊണ്ട് ഇങ്ങനെ നന്നായിട്ട് മിക്സ് ചെയ്യാണ്. കൈ കൊണ്ട് നല്ലതാണ്, ഇത് ചൂടുള്ളത് കൊണ്ടാണ്. ശരിയാ, കൈ കൊണ്ടാക്കണം നല്ലതല്ലേ, കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് നമുക്കത്. ഇനി നമ്മുടെ ബീഫ് നേരെ എടുത്തു, ഫ്രിഡ്ജിൽ നിന്ന് എടുത്തു. ഇനി പരിപാടി എന്ന് പറഞ്ഞാൽ നമ്മളത് ഫ്രൈ ചെയ്യാൻ പോവാണ്. അതിനുള്ള ഇത് ഓയിലാണോ അല്ലെങ്കിൽ വെളിച്ചെണ്ണാണോ അമ്മ? ഓയിലാണ്. ബീഫ് പുറത്തെടുത്തോ? ബീഫ് പുറത്തെടുക്കുന്നത് ഞാൻ കണ്ടില്ല, ഞാൻ വേറെ വഴിക്ക് പോയിരുന്നു. അപ്പോൾ നമ്മുടെ ബീഫ് പുറത്ത് എടുത്ത് വെച്ചിട്ടുണ്ട്. കുറച്ച് ഈ ഒരു സമയം കൊണ്ട് അത് എന്താ പറയുക, അത്യാവശ്യം മസാലയൊക്കെ പിടിച്ചിട്ടുണ്ടാവും അല്ലേ? ഓക്കെ. അപ്പോൾ അത് ഇളക്കിക്കൊണ്ടിരിക്കണം അല്ലെങ്കിൽ മൂടി വെച്ച് വേവിക്കണം? എങ്ങനെയാ? അല്ല, ഇളക്കിക്കൊണ്ടിരുന്നത്. അതായത് വെന്ത സാധനമാണല്ലോ, ഇനി വേവേണ്ട ആവശ്യമില്ല, ഫ്രൈ ചെയ്താൽ മതി. ആ കോട്ടിംഗ് ഒക്കെ ഒന്ന് പിടിച്ചില്ല. കരണ്ടി കൊണ്ട് ഇളക്കേണ്ട ആവശ്യമില്ലേ? ഇല്ലല്ലേ, അങ്ങനെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഓക്കെ. അപ്പോൾ ഇനി ഊന്യത്തിന്റെ ഇൻഡാലിയത്തിന്റെ ഉരുളിയാണ്. അതിൻ്റെ ഇടയ്ക്ക് ഇത് അയില തേച്ച് വെച്ചിരിക്കുകയാണ് പൊരിക്കാനായിട്ട്. അമ്മമ്മയ്ക്കുള്ളതാണ്. നമ്മളിത് നമ്മുടെ ബീഫ് അതിലേക്ക് ഇടുകയാണ്. ഇങ്ങനെ കുറേശ്ശെ ആയിട്ടാണ് ഇടുന്നത്. നമ്മൾ കുറേശ്ശെ ഇട്ടിട്ടിട്ട് ഇളക്കിക്കൊണ്ടിരിക്കണം നന്നായിട്ട്. കൊളസ്ട്രോളിൻ്റെ ഒരു വിഭവ കേന്ദ്രം എന്ന് പറയാം. നല്ല കൊളസ്ട്രോളും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു ഐറ്റമാണ് നമ്മുടെ മലയാളിക്ക് മറക്കാൻ പറ്റാത്ത, അല്ലെങ്കിൽ ഇത് ഒഴിവാക്കാൻ പറ്റാത്ത ഒരു ഐറ്റം കൂടിയാണ് ബീഫ്. ബീഫുമായി ബന്ധപ്പെട്ട കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിലും എല്ലാ കാലത്തും നമ്മൾ വാങ്ങുന്നതുകൊണ്ട് നമുക്കത് വലിയ പ്രശ്നമില്ല. അപ്പോൾ നമ്മുടെ ഐറ്റം ഒരു അടിപൊളിയായിട്ട് വെന്തുകൊണ്ടിരിക്കുകയാണ്.
വെന്തല്ല, ഫ്രൈ ആയിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ? അപ്പോൾ ഫ്രൈ ഓക്കെ. അത് അവസാനം പച്ചമുളകും പിന്നെ കറിവേപ്പിലയും വെളുത്തുള്ളി ചുവന്നുള്ളി എന്നിവ അരിഞ്ഞിട്ട് അവസാനം ഇത് വെന്ത ഓയിലിൽ മൊരിച്ച് ഇതിന്റെ മേലെടുത്ത് കുറച്ച് സവാള ഇടാം. ഓക്കെ, അടിപൊളി. ഈ കാണുന്ന കുറച്ച് റെഡ് കളർ കാണുന്നത് കേട്ടോ ഓയിലാണ്, മീൻസ് ഇതിലിറങ്ങുന്ന ഓയിലാണ്. അപ്പോൾ കൊഴുപ്പ് അല്ലെങ്കിൽ എന്താ പറയുക, നെയ്യ്, ഈ ബീഫിൽ നെയ്യ് തന്നെയാണ് ഇത്. അതിങ്ങനെ വെന്തുകൊണ്ടിരിക്കുകയാണ്. ഉള്ളി, പച്ചമുളക്, വെളുത്തുള്ളിയൊക്കെ സെറ്റായിക്കൊണ്ടിരിക്കുകയാണ്. ഇളക്കിക്കൊണ്ടിരിക്കണം. ഐറ്റംസ് അടിപൊളിയായിട്ട് ആകുന്നുണ്ട്. നല്ല കൊളസ്ട്രോൾ കണ്ടന്റ് കാണാം. ഇത് കഴിയും ഫുള്ളായിട്ടുള്ള 1 കിലോ ചിക്കൻ ബീഫ് ഉണ്ടല്ലോ, ഇത് ചിക്കൻ എന്നാണ് പറയുന്നത്, ബീഫാണ്. 1 കിലോ ഫുൾ ബീഫ് ഇങ്ങനെ. എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം ബീഫാണ് ചിക്കനെക്കാട്ടും. കാരണം വെച്ചാൽ ചിക്കൻ എപ്പോഴും കഴിക്കുന്ന ഒരു സാധനമാണ്. പക്ഷെ ബീഫ് അങ്ങനെയല്ല, ഒക്കേഷണലി മാത്രം നമ്മൾ മേടിക്കുന്നതാണ്. നമുക്ക് വേണമെങ്കിൽ എല്ലാ ആഴ്ചയും മേടിക്കാം, പക്ഷെ മേടിക്കില്ല. കാരണം എന്ന് വെച്ചാൽ ബീഫിനോട് അത്രയ്ക്കേറെ ഇഷ്ടമുണ്ട്. അപ്പോൾ ഇഷ്ടമുള്ള ഒരു സാധനം എല്ലാ ആഴ്ചയും വാങ്ങിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്താ പറയുക, മടുത്തു പോകും. അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോൾ ഏകദേശം ഒരു 1.5-2 മാസമായി നമ്മൾ ബീഫ് വാങ്ങിച്ചിട്ട്. അപ്പോൾ ഇന്ന് പെട്ടെന്നൊരു ആഗ്രഹം വാങ്ങിക്കാനായിട്ട് അങ്ങനെയാണ് നമ്മൾ ബീഫ് വാങ്ങിച്ചത്. അങ്ങനെ പുതിയൊരു ഐറ്റം ഉണ്ടാക്കാൻ ട്രൈ ചെയ്യാണ്. എന്തായാലും നമുക്ക് നോക്കാം എന്താവുന്നു. അങ്ങനെ കുറേ നേരം കടന്ന് നമ്മുടെ ബീഫ് ഇതേ ഫ്രൈ ആയിട്ട് മാറി, കളർ തന്നെ ചേഞ്ചസ് ഉണ്ട്. അത് നമ്മൾ മാറ്റി വെക്കുവാണ്. നമ്മൾ ഫൈനലായോ? അപ്പോൾ ഇതിങ്ങനെ ബീഫ് ഡി സെറ്റ് ആയിട്ടുണ്ട്. കുറേ ഇങ്ങനെ വാർത്തിട്ട് വേണം നമ്മൾ ഇതിലേക്ക് ഇടാനായിട്ട്. നമ്മൾ പാത്രത്തിലേക്ക് മാറ്റുവാണ്. ഇതാണ് നമ്മുടെ ഐറ്റം. അങ്ങനെ ബീഫ് എടുത്ത് നമ്മുടെ പാത്രത്തിലേക്ക് മാറ്റുകയാണ്. റെഡി. യെസ്, നമ്മുടെ ബീഫ് ഇതേ സെറ്റായിട്ടുണ്ട്. ഏകദേശം നമ്മുടെ ഇത്ര നേരത്തെ പണിയുടെ പാട് ഏകദേശം ഫില്ലാവുകയാണ്. ഇങ്ങനെ കുറേ നേരം ചെയ്ത ശേഷമാണ് ഈ രീതിയിലേക്ക് എത്തുന്നത്. ഇനിയും ഇതിൽ ചെറിയ ഒരു പരിപാടി കൂടെ ചെയ്യാനുണ്ട്. പിന്നെ അതിന് ശേഷം നേരെ കറിവേപ്പില ആ ഒരു ഓയിൽ തന്നെ നമ്മൾ മുരിയിച്ചെടുക്കുകയാണ്. ഇതെന്തിനാ സംഭവം? വറവിടുന്ന മാതിരിയാണോ? ഡെക്കറേഷൻ പോലെ മേലെ ഡെക്കറേഷൻ മാതിരിയാണ് അല്ലേ? അവിടെ ഉള്ളി, വെളുത്തുള്ളി, ചുവന്നുള്ളി, പച്ചമുളക് ആ ഒരു ഗ്രേവിയിൽ തന്നെ നമ്മളത് വാട്ടിയെടുക്കാം. ആ ഒരു ഓയിൽ അല്ലേ? അപ്പോൾ ആ ഓയിൽ തന്നെ നമ്മൾ ഫ്രൈ ചെയ്യാം. ഇങ്ങനെ എടുത്തിട്ട് വാർത്തെടുക്കുകയാണ്. ഇനി എന്താ പരിപാടി? ഇത് കോരി മേലെ ഇതിൻ്റെ മേലെ അല്ലേ? ബീഫിൻ്റെ മേലെ നേരിടണം. നേരെ ഫില്ല് ചെയ്യുന്നു. ബീഫിലേക്ക് ഫില്ല് ചെയ്തു. ഇനി ഒരു ഫ്ലേവർ അതിൽ കിട്ടുമോ? ചെറുതായിട്ട് കിട്ടും. നമ്മൾ കഴിക്കുമ്പോൾ ഈ ഉള്ളി അതും കൂടി കഴിക്കുമ്പോൾ അതിൻ്റെ ഒരു ഫ്ലേവർ കിട്ടും അല്ലേ? ഇനി എന്താ പരിപാടി? ഇനി കുറച്ച് സവാള ഡെക്കറേറ്റ് ചെയ്ത് മേലെ നേരിയതായിട്ട് അരിഞ്ഞിട്ട് അതിൻ്റെ മേലെ ഇട്ട് കൊടുക്കുക അല്ലേ? അപ്പോൾ മിക്സ് ചെയ്ത് കഴിക്കാം. ബീഫിന് സവാള മസ്റ്റാണല്ലോ. എനിക്കൊക്കെ മസ്റ്റാണ്, നന്നായിട്ട് സവാള വേണം. അപ്പോൾ സവാള നമ്മൾ അതിൻ്റെ കൂടെ വെച്ചിട്ടുണ്ട്. അടിപൊളി. ഇപ്പോൾ പരിപാടി കഴിഞ്ഞില്ലേ? കഴിഞ്ഞു. റെഡിയായി ബീഫ് ഫ്രൈ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അമ്മ എന്തായാലും സൂപ്പറായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ഐറ്റം ഇതാണ് ഇന്ന് സ്പെഷ്യൽ ഐറ്റം. ചെറിയൊരു പീസ് എടുത്തിട്ട് നമുക്ക് നോക്കാം. ശരി നോക്കട്ടെ. ആ മതി. ഓ ചൂടുണ്ട്. മൂടാ ഉള്ളി മസ്റ്റാണ്, ബീഫിൻ്റെ കൂടെ മസ്റ്റാണ്. സൂപ്പർ. അപ്പോൾ അമ്മയുടെ ബീഫൊക്കെ കഴിച്ച് പൊള്ളി ബീഫായിരുന്നു. നല്ല ടേസ്റ്റ് ഉണ്ട്, നല്ല എരിവുണ്ടായിരുന്നു, കുരുമുളകൊക്കെ ഇട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇൻഗ്രീഡിയൻസ് ഒക്കെ അമ്മ കൃത്യമായിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്യാം. അടിപൊളി ബീഫ് തന്നെയായിരിക്കും. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് പിന്നീട് കാണാം. ബൈ.